സ്വീകരിക്കുക, വേറെ മാർഗമല്ല. ഒരു കാലത്ത് മന്ത്രത്തെ കളിയാക്കിയ ആളുകൾ, മന്ത്രത്തെ കുറ്റപ്പെടുത്തിയ ആളുകൾ, മന്ത്രത്തെ പരിഹസിച്ച ആളുകൾ ഇപ്പൊ പറയുന്നു മന്ത്രം വേണം. ഹാരിസ് പറയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുണ്ട്, ഖുൽ റബ്ബിന്നാസ്. അല്ലാഹ് എന്താ സൂറത്തൊക്കെ അറിയോ? ഈ സൂറത്ത് നമ്മളൊരു മരണ വീട്ടിൽ പോയാൽ ഫാത്തിഹ ഓതും, സൂറത്തുൽ ഫലഖ് ഓതും, സൂറത്തുൽ നാസ് ഓതും, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഇവര് കളിയാക്കി ഇൻഷാ അല്ലാഹ് കളിപ്പിച്ചു തരാനത് കളിയാക്കിയതൊക്കെ. അങ്ങനെ സൂറത്തുൽ നാസിനൊക്കെ കളിയാക്കിയ ആളുകൾ ഇപ്പൊ പറയുന്നു ഇത്രയും കാലം അത് ഉപയോഗപ്പെടുത്തുന്നതിൽ വല്ലാത്ത നഷ്ടം നമുക്ക് സംഭവിച്ചു പോയി. ഏത് ഉപയോഗപ്പെടുത്തുന്നതിൽ? സൂറത്തുൽ നാസൊക്കെ പറയട്ടെ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന ഈ സൂറത്തുകൾ ഇറങ്ങിയ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കിട്ടിയ ഈ അധ്യായം പോലെ വിശിഷ്ടമായ ഒരധ്യായം ഇതുവരെയും ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ല. അത്ര പ്രയോജനമാണ്. ഏത് സൂറത്തുൽ നാസ്? സഹോദരങ്ങൾ, ഇത്രയും നാൾ ഈ സൂറത്തുകളെ പ്രയോജനപ്പെടുത്താതെ, ഈ മന്ത്രങ്ങൾ ഉരുവിടാതെ, ഈ പ്രാർത്ഥനകൾ ചൊല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ല. ഇത്രയും നാള് ഈ സൂറത്തുകൾ ചൊല്ലാതെ, ഈ മന്ത്രങ്ങൾ ഉരുവിടാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പാവം, നമ്മൾ കുറ്റപ്പെടുത്തല്ല, നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക. നമുക്കുണ്ടാകുമല്ലോ, മുജാഹിദാണ്, നമ്മുടെ അയൽവാസികളായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടുകാരായിരിക്കും, കുടുംബങ്ങളായിരിക്കും. ആ പാവങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. നമുക്കിത് ദുഃഖമുണ്ട്. ആരാ ദുഃഖപ്പെടുന്നത്? ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. ഒരു വാർത്ത വാദെല്ലാം പറയുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ, ഇത്രയും നാൾ. ഞാൻ പറയാം, അപ്പോ സൂറത്തുൽ നാസ് ഉപയോഗപ്പെടുത്തുന്നതിൽ മാത്രമല്ല, മന്ത്രിക്കുന്നതിലൊക്കെ ഒരുപാട് പിഴവുകൾ സംഭവിച്ചു. ഇപ്പൊ പറയുന്നു മന്ത്രിക്കാൻ. ഞാൻ ഒരുപാട് കാണിക്കാൻ സമയമില്ലാത്ത പ്രധാനപ്പെട്ട കാണിക്കാം. മന്ത്രിക്കാന്ന് മാത്രമാണ് നിർത്തുന്ന സമാധാനം. ഇപ്പൊ പറയുന്നു കൈമടക്കും വാങ്ങാനാണ്. ഇതുവരെ നമ്മളെ ആരോപണം വരുന്നു, ഇവർ ഉദരപൂരണത്തിന്റെ ആളുകളാണ്, വയറിന്റെ ആളുകളാണ്. വെറും വയറിന്റെ ആളുകളാണ്. ഇപ്പൊ ആരോപിച്ചോട്ടെ, അല്ലാതെ നമ്മളെന്താ ചെയ്യുക? കല്ലൂരിസ്ഥാനിലാന്ന് പറയാറുണ്ട്, ഇവർ നമ്മളെ കുറിച്ച് വയറിന്റെ ആളുകളാണ്, ഇവരൊക്കെ പ്രശ്നത്തിന് പറയും ഗ്യാസ് കയറ്റണം, അള്ളാഹു പോലെ നമുക്ക് അറിയില്ല. കല്ലൂരിത്ത തമാശകൾ പറയാറുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എന്തൊക്കെ ആരോപണങ്ങളാണ്! എന്തിനാ അങ്ങനെയൊക്കെ ആരോപിക്കുന്നത്? പറയാനുള്ളത് നല്ലവർക്ക് പറഞ്ഞു പോയപ്പോരെ. അങ്ങനെ ഒരു കാലത്ത് മന്ത്രിച്ച് കൈമടക്ക് വാങ്ങുന്നവരാ സുന്നികള് എന്ന് പറഞ്ഞ കളിയാക്കിയ ആളുകൾ ഇപ്പൊ പറയുന്നു സഹാബത്ത് കൈമടക്ക് വാങ്ങിയിട്ടുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹി ചെറിയ ആളുകൾ തടിച്ചൂടിയൊക്കെ ഖിലാഫത്ത് നടന്നു വരട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരു സുഹാബ, ആ സഹാബത്തിന് നബി തങ്ങളതാ ഒരു നാട്ടിലേക്ക് ദഅവത്തിന് പറഞ്ഞയക്കുന്നു, തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കും. ആ സംഭവം ആരും തന്നെ തിരിച്ച് വ്യക്തമായിട്ട് അദ്ദേഹം പറയട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ കാനൂ ഫി സഫറിൻ, അവരുടെ യാത്രയിലായിരുന്നു. ഒരു അറേബ്യൻ ഗോത്രത്തിന്റെ അടുക്കലൂടെ അവർ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. അപ്പൊ ഈ പോണ യാത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ യാത്രക്കാരാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാനോ കുടിച്ചാനോ എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുമോ എന്ന് അവരോട് അന്വേഷിച്ചു. പലഞ്ഞുതയി പോകും, ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നാണ്. സഹാബത്ത് നാട്ടിലൂടെ പോയപ്പോ അവർക്ക് വിഷമപ്പോ നാട്ടുകാരോട് വെള്ളം ചോദിച്ചു, അവർ കുടിക്കാൻ കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ സഹാബത്ത് തിരിച്ചു പോരാൻ നിൽക്കുക. ആ സമയത്ത് നാട്ടിലെ നാട്ടുമൂപ്പന് വിഷം ചെല്ലുകയാണ്. എന്തോ വിഷമത്തിൽ ജീവി കടിച്ചു. വിഷവുമായി കൊണ്ട് അവർ സഹാബത്തിനെ സമീപിക്കുന്നു. സഹാബത്തോട് ചോദിക്കുക, അൽ ഫീക്കും റാക്കി. ആരാണ് ചോദിക്കുന്നത്? തൗഹീദ് പ്രചരിപ്പിക്കാൻ പോയ സഹാബത്തോട് ചോദിക്കുക, നിങ്ങൾ കൂട്ടത്തിൽ മന്ത്രിച്ചിടാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇയാൾ പറയുന്നത് എല്ലാ നാട്ടിലുണ്ട് ആ സമ്പ്രദായം. ഏത് മന്ത്രിച്ചിടാൻ പറ്റുമെന്ന് ചോദിച്ചു നടക്കുന്ന സമ്പ്രദായം എല്ലാ നാട്ടിലുണ്ട്. കാരൂലഹും. എന്നിട്ട് ഈ ഗോത്രക്കാർ ഇവരോട് ചോദിച്ചു, സഹാബത്താണ് ഈ പോണത്, ഓരോട് ചോദിച്ചു, ഹൽ ഫീക്കും റാക്കി, നിങ്ങൾക്ക് ഈ മന്ത്രിക്കാൻ പറ്റിയ വല്ല ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ നാട്ടിലുള്ള സമ്പ്രദായമാണ്. എല്ലാ നാട്ടിലും പിന്നെ എന്തിനാ ഇത്രയും ദൃശ്യങ്ങൾ? എല്ലാ നാട്ടിലുണ്ട്. ഇതോടെ സഹാബത്തോട് മക്കത്ത് മതിരുന്ന പോണത് അവിടെയുണ്ട് മന്ത്രിച്ചിടാൻ പറ്റുന്നു ശൈലി. അപ്പൊ സഹാബത്ത് വന്നത്, ഞങ്ങൾ തൗഹീദ് പ്രചരിപ്പിക്കാൻ വന്നവരാ, മന്ത്രം. സഹാബത്ത് പറഞ്ഞില്ല. ഇതിനെന്തേ സഹാബത്ത് പറഞ്ഞത്? അപ്പോൾ ഞങ്ങളെ ഗോത്രത്താലിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, എന്തോ കടിച്ചതോ എന്തോ ഒരു വിപത്ത് പറ്റിപ്പോയതാണ്. അപ്പൊ കാലറസൂലും എനിക്കും. അപ്പൊ സഹാബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഏതിന്? മന്ത്രിച്ചാൻ പറ്റുന്നവരുണ്ടല്ലോ. എന്നിട്ടോ ഫാത്താഹു, അങ്ങനെ അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഫറക്കാഹു ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഓതി അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുത്തു.
ഫാത്തിഹ സൂറത്ത് ഓത കയ്യിൽ ഊത ദേഹത്ത് തടവുക, അത്രേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് സുഖമായി. ഒരു കൂട്ടം, ഒരാട്ടും കൂട്ടത്തെ ഒന്നായിട്ട് ഈ ഗോത്രത്തലവൻ ഇവർക്കാണ് കൊടുത്ത്. ആർക്ക്? സഹാബത്തിന് മന്ത്രിച്ചതിന് പരിഹാരമായിട്ട് കൈമടക്കായിട്ട് ഒരു ആട്ടിൻ പച്ചത്തെ കൊടുത്തു. എത്ര ആട കൊടുത്ത്? അവർക്ക് പറയാൻ പേടി. ഹദീസിന്റെ 30 ആട്. 30 ആട് കൈമട കൊടുത്തു. 30 ആട് കൈമട കൊടുത്തപ്പോ സഹാബത്തിന്റെ ഇടയിൽ സഹാബത്ത് പറയുന്നു, മന്ത്രിച്ചു ചിലർക്ക് തർക്കമില്ല. കൈമടക്ക് വാങ്ങാൻ പറ്റുമോ? അതിനും തർക്കമില്ല. കൈമടക്ക് കുറച്ച് ഓവറായോ? അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ സഹാബത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നബിയോട് നിന്ന് പറയാം, അത് നല്ലൊരു പരിഹാരമാണ്. നബി എന്താ പറയണത്? വാങ്ങാൻ വാങ്ങാം, വേണ്ടെങ്കിൽ വേണ്ട. പറയട്ടെ, ആ വിഷയം പറയാം. അയാളത് വാങ്ങാൻ മടിച്ചു. കാല ഹസ്സ അത് നബി, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ മന്ത്രിച്ച കാര്യം ഞാൻ നബിനോടൊന്ന് പോയി പറയട്ടെ. നബി സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് നല്ലൊരു മാർഗം. നബി സമ്മതിക്കുകയാണെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വേണ്ട. നബിന്റെ അടുക്കത്തിൽ പതക്കട താലിക്ക നബിനോടത് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹിന്റെ റസൂലേ, ഞാൻ ഫാത്തിഹ സൂറത്തല്ലാതെ വേറെ ഒന്നും ഓതിയിട്ടില്ല. ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടാണ് ഞാൻ മന്ത്രിച്ചു കൊടുത്തതെന്നാണ് പറഞ്ഞത്. നബിയോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ നബിക്കോട് ദേഷ്യം പിടിച്ചില്ലേ? തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് ഷിർക്കും ചെയ്ത് കൈമടക്കും വാങ്ങി പോന്നൊക്കെ പോയി തൗഹീദിന്റെ കലിമത്തിൽ തിരിച്ചു വരും എന്ന് നബി പറഞ്ഞില്ല. എന്തുകൊണ്ട്? നബി കേരളത്തിൽ അങ്ങനത്തെ തരില്ല. പിന്നെ എന്താ നബി ചെയ്തത്? അപ്പോൾ നബി ചിരിച്ചു. കൈമടക്ക് വാങ്ങിയപ്പോൾ നബി ചിരിച്ചു. എന്നിട്ടോ നബി പറഞ്ഞു, അത് റുഖിയത്താണെന്ന്, മന്ത്രമാണെന്ന് നിനക്കെങ്ങനെ അറിയാനാ? മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഫാത്തിഹ സൂറത്ത് ഓതി ഊതുന്നത് മന്ത്രമാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായില്ല? സുമ്മക്കാല പിന്നെ നബി പറഞ്ഞു, ഖുദൂമിൻഹും, അവര് തരുന്നെങ്കിൽ വാങ്ങി. ഏത് ആ കൈമടക്ക് വാങ്ങിക്കോളൂ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്തേ? നബി ദീൻ കണ്ടപ്പോ ദീൻ മറന്നു. മൂപ്പർ പറയാ, ഇതാ മൂല്യന്മാര് കൈമടക്ക് തെളിവായിട്ട് പറയാറ് അല്ലേ? മൂല്യന്മാർ തെളിവറിയാലും ഇതിലും വലിയ തെളിവിന് എന്താ പോലെ വേണ്ടത്? നബി പറയാ, പൊതുവൊന്നും നിങ്ങൾ ആ തരുന്നത് വാങ്ങിക്കോളി. എന്നിട്ടോ പിന്നെ വിശ്വസിമാർ നിങ്ങൾ ഓവരി വെക്കുമ്പോ ഒരു ഓരി എനിക്ക് തന്നോളുകൊണ്ടു. ഏതെന്ന് കൈമടക്ക് കിട്ടിയ ആടുണ്ടല്ലോ, ആട് ഓഹരി വെക്കുമ്പോ ഒരു ഓഹരി എനിക്കും തരണേ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, കൈമടക്ക് ഓഹരി വെക്കുമ്പോ ഒരു ഓഹരി എനിക്കും തരണേ. ഇവർക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോഴേ ശരിയാകും. വലിയ പ്രതീക്ഷ ഉണ്ട്. ഓരോ കാര്യങ്ങള് ഇപ്പം നമ്മൾ ആലോചിച്ചത് എന്തൊക്കെ വിഷയങ്ങളാ. ഇപ്പൊ നമ്മൾ ഈ പള്ളികളൊക്കെ ഹദ്ദാദ് ഒരു കളിയാക്കുന്ന കാലത്ത് പണ്ട് ഉമർ മൗലവി എഴുതിച്ചു, ഹദ്ദാദ് മണ്ണാങ്കട്ടം വരെ എഴുതിച്ചു. എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്തി. അങ്ങനെ പാടില്ലായി. ഇപ്പതാ ഇവർ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ സക്കരിയാസ്ഥാനൊക്കെ പറയാ, പഠിക്കുമ്പോൾ പുതിയ പുതിയ ഇൽമുട്ടും. ശരി തന്നെയാണ്, പഠിക്കണം എന്നുള്ളൂ. കിട്ടിയ കൂട്ടത്തിൽ വലിയ പ്രാധാന്യത്തിൽ അദ്ദേഹം പറഞ്ഞ ദിക്റെന്താ? പുതിയൊരു ദിക്റായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ അദ്ദായിൽ ഒന്നാമത്തെ ദിക്ർ ഏതാ? ഈ ദിക്റും. ഇത് 3 വട്ടം ചൊല്ലിക്കോളി. നല്ല കൂലിയുള്ള കാര്യമാണ്. പിശാചിനെ രക്ഷപ്പെടുന്നത് കൊണ്ടാണ്. പിശാചോ ഇല്ലായിരുന്നു ഉണ്ടെന്ന് പറയുമ്പോൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ദിക്റാണ്. പറയട്ടെ, ഇതോടെ നമുക്ക് തത്വ കൂടും. ഓരോ കാര്യങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും. രാവിലെ 100 വട്ടം ചെല്ലണം, വൈകുന്നേരം 100 വട്ടം ചെല്ലണം. കാരണം എന്താ? ശൈത്താന്മാർ അത്രത്തോളം ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണ് ഇത് അല്ലേ? ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണത്. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ ആലോചിച്ചോക്കാൻ, ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിലൊക്കെ വെറുതെ കോളിലൊക്കെ ഉണ്ടാക്കിയില്ലേ, കോലാഹലം ഉണ്ടാക്കിയില്ലേ? ഇനി അല്ലറ പ്രശ്നങ്ങൾ കുറിപ്പൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങളൊക്കെ തിരുത്തും. നമുക്ക് സമാധാനിക്കാം. നമ്മളവരെ കുറ്റപ്പെടുത്തണ്ട. ശരിയാകും. അള്ളാഹു തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആത്മാർത്ഥ